Hi students, how are you? Welcome to our SS online class. Are you ready for the class? Today we are discussing about the fourth chapter in our social science, the Western Desert. Which is our Western Desert? Thar Desert. Do you know that? Get started. Write what do you find in a desert? 4 pictures ഉണ്ടല്ലേ 1 2 3 4 4 പിക്ചേഴ്സിൽ വാട്ട് യു ഫൈൻഡ് ഇൻ എ ഡെസേർട്ടിൽ ഉണ്ടാവുന്ന പിക്ചർ ഉള്ള ഇതിന്റെ പിക്ചർ ഏതാണോ അതിന് നേരെ ടിക്ക് ഇടുക. ഓക്കെ. Then the land to the west of the Aravalli Hills in Rajasthan is rocky and sandy. This is the great Indian desert, also known as the Thar Desert. ഇതാണ് ദ ലാൻഡ് ഓഫ് ദി വെസ്റ്റ് ഓഫ് ആരവല്ലി ഹിൽസ്. വെസ്റ്റ് ഓഫ് ആരവല്ലി ഹിൽസിലുള്ള ഒരു ലാൻഡാണ് ഇൻ രാജസ്ഥാനിലെ വെസ്റ്റ് ഓഫ് ആരവല്ലി ഹിൽസിലുള്ള ഒരു ലാൻഡ്. അവിടെ എന്താണ് ഈ റോക്കി ആൻഡ് സാൻഡി. അവിടെ റോക്കിയും സാൻഡിയാണ്. എന്താണ് പാറക്കെട്ടുകളും അതുപോലെ മണൽ പ്രദേശമൊക്കെ നിറഞ്ഞ ഒരു പ്ലേസ് ഉണ്ട്. എവിടെ? രാജസ്ഥാനില് വെസ്റ്റ് ഓഫ് ആരവല്ലി ഹിൽസിൽ മണലും അതുപോലെ പാറക്കെട്ടൊക്കെ നിറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. എന്താണ്? ദിസ് ഈസ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്. എന്താണ്? ഇന്ത്യൻ ഗ്രേറ്റ് ഡെസേർട്ട് ആണ്. ഡെസേർട്ട് മീൻസ് മരുഭൂമി അല്ലേ? നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യൻ ഗ്രേറ്റ് ഡെസേർട്ട് ആണ് രാജസ്ഥാനിലെ ആരവല്ലി ഹിൽസിലുള്ള ഈ റോക്കി ആൻഡ് സാൻഡി പ്ലേസ് കേട്ടോ. അപ്പം ആൾസോ നോൺ ആസ് ദ താർ ഡെസേർട്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ടിന് എന്താണ് പേരിലാണ് പറയുന്നത്? ആൾസോ നോൺ ആസ് ദ താർ ഡെസേർട്ട്. താർ ഡെസേർട്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് സ്ട്രെച്ച് ഫ്രം ദി Rann of Kutch in Gujarat through Rajasthan to the border of Haryana. എന്നാണ് ഗുജറാത്ത് രാജസ്ഥാനും അതുപോലെ ഹരിയാന കളങ്ങുന്ന ഒരു പ്രദേശമാണ്. കണ്ടോ മാപ്പ് 4.1 ലൊക്കേഷൻ ഓഫ് ദി ഡെസേർട്ട് ജോധ്പൂർ, ഭയങ്കർ, ജയ്സ്ലേമർ അതൊക്കെ അടങ്ങിയ ഇന്ദിരാഗാന്ധി കനാലൊക്കെ പോകുന്ന പ്ലേസ് ആണ് നമ്മുടെ താർ ഡെസേർട്ട്. ഇനി താർ ഡെസേർട്ടിലെ ലാൻഡ് എങ്ങനെയാണെന്ന് പറയുന്നത്. ദ താർ ഡെസേർട്ട് ഈസ് കവേർഡ് വിത്ത് എ തിക് ഷീറ്റ് ഓഫ് ലൂസ് സാൻഡ്. എന്താണ് താർ ഡെസേർട്ട് കവർ ചെയ്യുന്നത്? എങ്ങനെ? തിക് ഷീറ്റ് ഓഫ് ലൂസ് സാൻഡ്. ലൂസായിട്ട് അഞ്ഞ മണലുള്ള ഒരു എന്താ പറയാ ഇടുങ്ങിയ പ്രദേശം അല്ലേ? നല്ല തടിച്ചിട്ട് നമ്മള് തടിച്ച പാളികളാണ്. നല്ല കട്ടിയുള്ള നല്ല എന്താ പറയാ അങ്ങനെ നമ്മള് മണലില്ലേ, ചെറിയ മണൽത്തരിന്റെ നല്ല കട്ടിയുള്ള പാളികളാണ് എവിടെ ഉള്ളത്? താർ ഡെസേർട്ടിൽ. അപ്പോൾ ഫുള്ള് മണൽ നിറഞ്ഞ പ്രദേശമാണ്. നല്ല കട്ടിയിലുണ്ടായിരിക്കും മണല്. എങ്ങനെയാണ്? പാളികളായിട്ട് നല്ല കട്ടിയിൽ ചെറിയ ചെറിയ മണൽ ഇങ്ങനെ കൂടിയതാണ് താർ ഡെസേർട്ട്. At some places there is a small hills of sand called സാൻഡ് ഡൺസ്. അപ്പൊ എന്താണ്? അത് സം പ്ലേസസ്, ചില പ്ലേസസിലോ ദർ ആർ സ്മോൾ ഹിൽസ്, ചെറിയ ചെറിയ ഹിൽസ് ഉണ്ട്. എങ്ങനെ? സാൻഡിന്റെ സ്മോൾ ഹിൽസ് ഉണ്ടാവും ഡെസേർട്ടിൽ ചെറിയ പ്ലേസസിൽ. അപ്പോൾ ചില പ്ലേസസിൽ ഇങ്ങനെ സ്മോൾ ഹിൽസ് ഇങ്ങനെ ഉണ്ടാകും സാൻഡിന്റെ. അങ്ങനെ മണലിന്റെ കൂനകളില്ലേ, അങ്ങനെ അതിനെന്താ പറയും? സാൻഡ് ഡൺസ്, മണൽ കൂനകളില്ലേ. അങ്ങനെ ചെറിയ ചെറിയ ഹിൽസ് ഉണ്ടായിരിക്കും സാൻഡിന്റെ. ആ സാൻഡിന്റെ ഹിൽസിനെ നമ്മൾ സാൻഡ് ഡൺസ് എന്ന് പറയും. സംടൈംസ് സ്ട്രോങ് വിൻഡ് വിച്ച് ബ്ലോ ഹിയർ ക്യാരി എ ലാർജ് എമൗണ്ട് ഓഫ് സാൻഡ് വിത്ത് ദ ക്യാരി ഷിഫ്റ്റ് ദ സാൻഡ് ഡൺസ്. എന്താണ്? സംടൈംസ് സ്ട്രോങ് വിൻഡ് വിച്ച് blow here carry a large sometimes strong winds which blow here carry a large amount of sand with them. അപ്പം എന്താണ്? നല്ല സ്ട്രോങ് ആയിട്ട് വിൻഡ് ഉണ്ടാകുമ്പോൾ അല്ലെ, നല്ല സ്ട്രോങ് ആയിട്ട് കാറ്റുണ്ടാകുമ്പോൾ എന്താണ്? സാൻഡിനെ കൊണ്ടുപോകും.
ഈ സാൻഡംസ് അങ്ങനെ ഇപ്പം നല്ല നല്ല സ്ട്രോങ്ങിൽ വിൻഡ് ഉണ്ടാവുമ്പോൾ എന്താണ് ഒരു പ്ലേസുള്ള സാധനങ്ങളൊക്കെ മൂവ് ചെയ്യില്ലേ, അങ്ങനെ സാൻഡുകൾ ഇങ്ങനെ കുറേ സാൻഡ് വീശി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്താണ് മൂവ് ചെയ്താണ്ട് എത്തുന്ന സ്ഥലത്ത് കുറേ സാൻഡ് കൂടുതലാവൂലേ, അങ്ങനെയാണ് എന്തുണ്ടാവുക, സാൻഡ് ഡൺസ് ഉണ്ടാവുക. അപ്പം എന്താണ് അവിടെ കുറേ സാൻഡ് കൂടുമ്പോൾ വലിയ കുന്നുപോലെ ചെറിയ ചെറിയ ഹിൽസ് ഇങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവുന്നതാണ് സാൻഡ് ഡൺസ്. ഓക്കെ, ദർ ആർ വെരി ഫ്യൂ സ്ട്രീംസ് ഇൻ എ താർ ഡെസേർട്ട്. എന്താണ് ചെറിയ ചെറിയ സ്ട്രീംസ് ഒക്കെ എവിടെ ഉണ്ട്, താർ ഡെസേർട്ട്. ദ മോസ്റ്റ്ലി റിമെയിൻ ഡ്രൈ. അപ്പം എന്താണ് എപ്പോഴും ഡ്രൈ ആയിരിക്കും. ലൂണി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിവർ. Which is the most important river? Yes, the most. Luni is the most important river. എന്താണ് ലൂണി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിവർ. താർ ഡെസേർട്ടിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവറാണ് ലൂണി. അറ്റ് സം പ്ലേസസ് ഒയാസിസ് ആർ ഫൗണ്ട്. സം പ്ലേസസിലൊക്കെ എന്തുണ്ട്, ഒയാസിസ് ഉണ്ട്. ഒയാസിസ് മീൻസ് മരുപ്പച്ച, കാരണം ഡെസേർട്ട് അല്ലേ. ഡെസേർട്ട് ആകുമ്പോൾ എന്താണ് ഡ്രൈ ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കൂല. അപ്പോൾ ചില പ്ലേസസിലൊക്കെ എന്താ ഡ്രൈ മാത്രമല്ല ഒയാസിസ് ഒക്കെ ഉണ്ട് കേട്ടോ, മരുപ്പച്ചൊക്കെ ഉണ്ട്. ദ ലാൻഡ് അറൗണ്ട് ആൻഡ് ഒയാസിസ് ഈസ് ഫെർട്ടൈൽ. എന്താണ് മരുപ്പച്ചുള്ള ഒയാസിസ് ഉള്ള പ്രദേശത്തൊക്കെ ഫലപുഷ്ടത ഉണ്ട് അല്ലേ, നമ്മളെ എന്താ പറയുക പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവും. പീപ്പിൾസ് ഗ്രോ ക്രോപ്സ് ഹെയർ. അപ്പം അവിടെ എന്താണ് പീപ്പിൾസ് ക്രോപ്സ് ഉണ്ടാക്കും അല്ലേ. ഒയാസിസും ഉണ്ട്, ഫെർട്ടൈലൊക്കെ ഉണ്ടാവുമ്പോൾ എന്താണ് അവിടെ പീപ്പിൾസ് എന്തുണ്ടാക്കും, ഗ്രോ ക്രോപ്സ് ഒക്കെ വളർത്തും. Thus most villages are situated around an oasis. അപ്പോൾ പീപ്പിൾസും അതുപോലെ വില്ലേജസ് ഒക്കെ എവിടെ ഉണ്ടാവുന്നത്, സിറ്റുവേറ്റഡ് അറൗണ്ട് ആൻഡ് ഒയാസിസ് ഉള്ള പ്ലേസിലാണ് വില്ലേജസും അതുപോലെ എന്തുണ്ടാവുന്നത്, പീപ്പിൾസൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു, താർ ഡെസേർട്ടിലെ ലാൻഡ് പറഞ്ഞു. അപ്പം എന്താണ് ഡെസേർട്ട് കവർ ചെയ്യുന്നത് തിക്ക് ഷീറ്റ് ഒരു ലൂസ് സാൻഡ് കൊണ്ടാണ് അല്ലേ. പിന്നെ സാൻഡ് ഡൺസ് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. സ്ട്രീംസ് ഒക്കെ എപ്പോഴും ഡ്രൈ ആണെന്ന് പറഞ്ഞു. പിന്നെ ലൂണി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റിവർ എന്ന് പറഞ്ഞു. പിന്നെ ഒയാസിസ് ഉണ്ടാവുന്നുണ്ട് ചില പ്ലേസസിൽ. ഒയാസിസ് ഉണ്ടാകുമ്പോൾ ഒയാസിസ് ഈസ് ഫെർട്ടൈൽ ആയിരിക്കും. അപ്പോൾ പീപ്പിൾസ് അവിടെ എന്ത് ചെയ്യും, ക്രോപ്സ് ഗ്രോ ചെയ്യും. മോസ്റ്റ് വില്ലേജസ് ആർ സിറ്റുവേറ്റഡ് അറൗണ്ട് ആൻ ഒയാസിസ്. വില്ലേജസ് ഒക്കെ എവിടെയാണ് ഉണ്ടാവുന്നത്, സിറ്റുവേറ്റ് നിൽക്കുന്നത് അറൗണ്ട് ആൻ ഒയാസിസ് ഉള്ള പ്ലേസിലാണ്. ലുക്ക് ദിസ് പിക്ചർ, കണ്ടോ ഒയാസിസ് ഉണ്ട് അല്ലേ. എ ലഷ് ഗ്രീൻ ഏരിയ സറൗണ്ട് എ വാട്ടർ സോഴ്സ് ഇൻ എ ഡെസേർട്ട് ഈസ് കോൾഡ് ഒയാസിസ്. എന്താണ് വാട്ടർ ഡെസേർട്ടിന് സറൗണ്ട് ചുറ്റുമായിട്ട് എന്തുണ്ട്, നല്ല പച്ച കളറിൽ ഗ്രീൻ ഏരിയ ഉണ്ട് അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒയാസിസ്. ദെൻ ക്ലൈമറ്റ്, നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു, താർ ഡെസേർട്ടിലെ ലാൻഡ് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ക്ലൈമറ്റ്. ദ താർ ഡെസേർട്ട് റിമൈൻ ഹോട്ട് ആൻഡ് ഡ്രൈ ത്രൂ ഔട്ട് ദ ഇയർ. എന്താണ് എപ്പോഴും എന്താണ് താർ ഡെസേർട്ടിൽ എപ്പോഴും ഹോട്ട് ആൻഡ് ഡ്രൈ ആണ്. ഇയറിൽ എപ്പോഴും നല്ല ഹോട്ടും ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് താർ ഡെസേർട്ടിലുള്ളത്. ദർ ഈസ് വെരി ലിറ്റിൽ ഓർ നോ റെയിൻഫാൾ. എന്താണ് അപ്പോൾ റെയിൻഫാൾ മീൻസ് ഈ മഴ പെയ്ത വെള്ളത്തിൻ്റെ അളവില്ലേ, മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന വെള്ളമില്ലേ നമുക്ക് കിട്ടണ അത്. ദർ ഈസ് വെരി ലിറ്റിൽ ഓർ നോ റെയിൻഫാൾ. കുറച്ച് റെയിൻഫാൾ ഉള്ളൂ, അല്ലെങ്കിൽ നോ റെയിൻഫാൾ, തീരെ റെയിൻഫാൾ കിട്ടുന്നില്ല. എപ്പോഴും ഹോട്ട് ആൻഡ് ഡ്രൈ ആണ്. പിന്നെ ഇൻ സമ്മർ ഡേയ്സ് ആർ വെരി ഹോട്ട് ആൻഡ് നൈറ്റ് ആർ കൂൾ. സമ്മർ ഡേയ്സിൽ ഡേ ടൈമിൽ നല്ല ഹോട്ടായിരിക്കും, നൈറ്റിലോ കൂളായിരിക്കും. ഇൻ വിന്റർ ഡേയ്സ് ആർ വാം ആൻഡ് നൈറ്റ് ആർ വെരി കോൾഡ്. വിന്റർ ഡേയ്സിൽ ഡേ ടൈമിൽ എന്താണ് നല്ല വാമാണ്, നൈറ്റിലോ ആർ വെരി കോൾഡ്. ഇപ്പോൾ നമ്മൾ ക്ലൈമറ്റ് പറഞ്ഞു, താർ ഡെസേർട്ടിൽ ഹോട്ട് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ് ആണ് ഇയറിൽ ഫുള്ള്. പിന്നെ എന്താണ് റിച്ചിലോ അല്ലെങ്കിൽ കുറച്ച് റെയിൻഫാളോ അല്ലെങ്കിൽ റെയിൻഫാൾ തീരെ കിട്ടുന്നില്ല. സമ്മർ ഡേയ്സിൽ
വെരി ഹോട്ടാണ്. നല്ല ഡേ ടൈമിൽ നല്ല ഹോട്ടായിരിക്കും, നൈറ്റിലോ കൂൾ ഉണ്ടായിരിക്കും. വിന്റർ ഡേയ്സിൽ ഡേ ടൈമിൽ നല്ല വാമും നൈറ്റ് കോൾഡായിരിക്കും. ഓക്കെ, natural vegetation. A hot and dry climate means that mostly scattered bushes and thorny scrubs grow here. അപ്പം എന്താണ് അവിടെ സ്കാറ്റേഡ് ബുഷസ് ആണ്, പിന്നെ shrubs എന്താ അവിടെ ഗ്രോ ചെയ്യുന്നത് എന്തൊക്കെ? ദ khejri, kikar and babul trees grown in the eastern part of the desert. ആ ഡെസേർട്ടിന്റെ ഈസ്റ്റേൺ പാർട്സിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, ഗ്രോ ചെയ്യുന്നത്? khejri, kikar and babul trees. Okay. Animals such as camels, blackbirds, chingaras and great Indian bustards are found in this region. ഇപ്പം എന്തൊക്കെ ട്രീസ് ഏതൊക്കെയാണ് താർ ഡെസേർട്ടിൽ ഉണ്ടാവുന്നത്? താർ ഡെസേർട്സിന്റെ ഈസ്റ്റേൺ പാർട്സിൽ ഖെജ്രി, കിഗാർ, ബാബുൾ ട്രീസ് ഒക്കെ ഗ്രോ ചെയ്യുന്നുണ്ട്. പിന്നെ വിച്ച് എനിമൽസ് സച്ച് ഇൻ താർ ഡെസേർട്ട്? എനിമൽസ് സച്ച് ആസ് camels, blackbirds, chingaras and great Indian bustards are found in the region. അവരൊക്കെ താർ ഡെസേർട്ടിലുണ്ട്. The camel is the most useful animal. Camel എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള എനിമൽ ആണ്. Can you tell why? എന്തുകൊണ്ടായിരിക്കും? Look this picture. You will find sand and thorny shrub and camel the താർ ഡെസേർട്ടിലെ താർ ഡെസേർട്ടിലുള്ള ക്യാമലിന് എന്താണ്, ക്യാമൽ എന്നുള്ള എനിമൽ എന്താണ്, കുറച്ച് വെള്ളം ഡ്രിങ്ക് ചെയ്യും, ഓൾറെഡി കുറച്ച് വെള്ളം കുടിക്കും. പിന്നെ എന്താണ്, ആ ക്യാമലിന്റെ മുതുകിലൊരു കൂനല്ലേ, ഒരു ഡണ്ണില്ലേ, ആ ഡണ്ണിൽ ഒരുപാട് എന്താണ് വാട്ടർ കളക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വാട്ടർ ക്യാമലിന് എടുത്തു വെക്കാൻ കഴിയും അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് ഡെസേർട്ടിലെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള എനിമൽ ക്യാമലാണെന്ന് പറയുന്നത്. പിന്നെ എന്താ, ഡെസേർട്ടിലെ ഹോട്ടൊക്കെ ക്യാമലിന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് താർ ഡെസേർട്ടിലെ വാട്ടർ സപ്ലൈ ആണ്. there is always very little water. എപ്പോഴും എന്താണ്, കുറച്ച് വാട്ടർ മാത്രമേ താർ ഡെസേർട്ടിൽ കിട്ടുന്നുള്ളൂ. വില്ലേജ് വുമൺ വാക്ക് ലോങ് ഡിസ്റ്റൻസ് ടു ഫെച്ച് വാട്ടർ. ഇതാണ് വില്ലേജിലുള്ള വുമൺസ് ഒക്കെ എന്താണ് ഒരുപാട് ലോങ് ഡിസ്റ്റൻസിലെ കുറേ ദൂരമൊക്കെ നടന്നു പോയിട്ടാണ് വാട്ടർ കളക്ട് ചെയ്യുന്നത്, ഫെച്ച് ചെയ്യുന്നത് കേട്ടോ, ഫെച്ച് വാട്ടർ. അവ ഒരുപാട് ലോങ്ങൊക്കെ നടന്നു പോയിട്ടാണ് അവർ വാട്ടർ ശേഖരിക്കുന്നത്. The state government is trying to provide water for domestic use of irrigation. അപ്പം എന്താ, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ ഒരുപാട് വാട്ടർ വാട്ടർ പീപ്പിൾസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നോക്കിയിട്ടുണ്ട്. വാട്ടർ ഫ്രം റിവേഴ്സ് സെറ്റ്ലേജ് ഹാസ് ബീൻ ബ്രോട്ട് ടു ദ ഡെസേർട്ട് ത്രൂ ദ ഇന്ദിരാഗാന്ധി കനാൽ. അങ്ങനെ എന്താണ്, ഇന്ദിരാഗാന്ധി കനാലിന് വാട്ടർ പീപ്പിൾസിന് സപ്ലൈ ചെയ്യാനുള്ള പ്രോഗ്രാം ചെയ്തു. ഫാമേഴ്സ് ക്യാൻ ദസ് ഗ്രോ വീറ്റ്, മസ്റ്റാർഡ് ആൻഡ് കോട്ടൺ. അങ്ങനെ എന്ത് ചെയ്തു, ഫാമേഴ്സ് എന്ത് ചെയ്തു, ഗ്രോ വീറ്റ്, മസ്റ്റാർഡ് ആൻഡ് കോട്ടൺ ഒക്കെ ഗ്രോ ചെയ്യിപ്പിച്ചു. അപ്പം എന്താണ്, പീപ്പിൾസിന് വെള്ളം കിട്ടാതെ ഇപ്പോൾ ഗവൺമെന്റ് ചെയ്ത പ്രോഗ്രാമാണ് ഇന്ദിരാഗാന്ധി കനാലിന് ഡെസേർട്ടിക്ക് വാട്ടർ സപ്ലൈ ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് പറഞ്ഞു, താർ ഡെസേർട്ട് എന്താന്ന് പറഞ്ഞു, എവിടെയാണെന്ന് പറഞ്ഞു, അവിടുത്തെ ലാൻഡ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ ഇവിടെ എന്താന്ന് പറഞ്ഞു, അവിടുത്തെ വാട്ടർ സപ്ലൈ പറഞ്ഞു. ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? നമ്മൾ നെക്സ്റ്റ് പറയുന്നതാ, റെയിൻ വാട്ടർ സ്റ്റോർഡ് ഇൻ എ ടാങ്ക ഈസ് യൂസ്ഡ് ഡ്യൂറിങ് ദ ഡ്രൈ പീരിയഡ്. എന്താണ്, ടാങ്കയിൽ അവരെന്ത് ചെയ്തു, റെയിൻ വാട്ടർ ഒക്കെ കളക്ട് ചെയ്ത് വെച്ചു. എന്തിനു വേണ്ടിയിട്ട്, ഡ്യൂറിങ് ദ ഡ്രൈ പീരിയഡിൽ വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് റെയിൻ ടൈമിൽ എന്ത് ചെയ്തു, ടാങ്കയിൽ വാട്ടറൊക്കെ കളക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്താണ്, വെള്ളം ഇല്ലാത്തല്ലേ, വാട്ടർ കിട്ടാത്ത ഡ്രൈ പീരിയഡിൽ ആ ടാങ്കയിലുള്ള വാട്ടർ അവർ യൂസ് ചെയ്തു. ചെക്ക് പോയിന്റ്, റൈറ്റ് T ഫോർ ട്രൂ ഓർ F ഫോർ ഫാൾസ്. ട്രൂവിന് ടിയും ഫാൾസിന് F ഇടാം. ദ താർ ഡെസേർട്ട് ഇൻ ഹിമാചൽ പ്രദേശ്, ട്രൂ ഓർ ഫാൾസ്? നെക്സ്റ്റ് ടിക്ക് ചെയ്യട്ടോ,
മാം വായിക്കുന്നത് എന്താണെന്നുള്ള ടിക്ക് ചെയ്യുക. സെക്കൻഡ്, ദ ലൂണി റിവർ ഫ്ലോ ത്രൂ ദ ഡെസേർട്ട്. ലൂണി റിവർ ഡെസേർട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. തേർഡോ, ദ റീജിയൻ റിസീവ്സ് വെരി ലിറ്റിൽ റെയിൻഫാൾ. നെക്സ്റ്റ്, ദ ജവഹർലാൽ നെഹ്റു കനാൽ ഈസ് ഇൻ രാജസ്ഥാൻ. ആണോ? ഇന്ദിരാഗാന്ധി കനാലാണ് അല്ലേ ജവഹർലാൽ നെഹ്റു കനാൽ ആണോ? ടിക്ക് ഇടട്ടോ ഏതാണെന്നുള്ളത്. ട്രൂ ഓർ ട്രൂ, ഫാൾസിന് ഫാൾസ് ഇടാം. ഇനി അവിടുത്തെ താർ ഡെസേർട്ടിലെ പീപ്പിൾസിന്റെ ഒക്കുപ്പേഷൻ ആണ് പറയുന്നത്. ദ പീപ്പിൾ മോസ്റ്റ്ലി റിയർ ഷീപ്പ്, ഗോഡ്, ക്യാമൽ ആൻഡ് കാറ്റിൽ എന്നാണ്. അവരെന്താണ് മെയിനായിട്ട് വളർത്തിയിരുന്നത്? ഷീപ്പ്, ഗോഡ്, ക്യാമൽ ആൻഡ് കാറ്റിൽ. സം ഓഫ് ദം ആർ ഫാമേഴ്സ്. ചില ആളുകൾ എന്തായിരുന്നു? ചില പീപ്പിൾസ് ഫാർമേഴ്സ് ആയിരുന്നു. ദേ ഗ്രോ ബജ്റ, ജോവർ, മൈസ്, സീസം ആൻഡ് ഗ്രൗണ്ട് നട്ട്. അവരെന്തൊക്കെ ഗ്രോ ചെയ്തു? ഫാമേഴ്സ് ബജ്റ, ജോവർ, മൈസ്, സീസെയിം ആൻഡ് ഗ്രൗണ്ട് നട്ട് അതൊക്കെ അവർ ഗ്രോ ചെയ്തിരുന്നു. സം പീപ്പിൾ ആൾസോ ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ സെർച്ച് ഓഫ് ഫുഡ് ഓഫ് ദംസെൽഫ് ആൻഡ് ദെയർ എനിമൽസ്. ചില പീപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡിനും അതുപോലെ ജോബിനൊക്കെ വേണ്ടിയിട്ട് അവർ എനിമൽസിനെയും കൊണ്ട് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് നിന്നു. Some peoples also travel from one place to another in search of food for themselves and their animals. അവർക്കും അവരുടെ എനിമൽസിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ കളക്ട് ചെയ്യാനും ജോബൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വൺ പ്ലേസിൽ നിന്ന് അനദർ പ്ലേസിലേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തിരുന്നു പീപ്പിൾ. അങ്ങനെ ട്രാവൽ ചെയ്ത പീപ്പിളിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുക? ബഞ്ചാറാസ്. എന്താ വിളിക്കുക? ബഞ്ചാറാസ്. ലൈഫ് ഇൻ ദ ഡെസേർട്ട് ഈസ് ദസ് വെരി ഹാർഡ്. എന്താണ്? ടാർ ഡെസേർട്ടിൽ ലൈഫ് എന്തായിരുന്നു? വെരി ഹാർഡ് ആയിരുന്നു, നല്ല കഷ്ടപ്പാടായിരുന്നു അവിടെ ജീവിക്കാൻ. ഇനി താർ ഡെസേർട്ടിലെ ഹൗസസ് ആണ് പറയുന്നത്. മോസ്റ്റ് ഹൗസസ് ഹാവ് എ ഫ്ലാറ്റ് റൂഫ്, എ ഫ്യൂ സ്മോൾ വിൻഡോസ്. എന്താണ്? മോസ്റ്റ് ഹൗസസിന് എന്താണ്? ഫ്ലാറ്റ് റൂഫാണ് അല്ലേ? നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫാണ് ഹൗസസിന് ഉണ്ടായിരുന്നത്. പിന്നെ ഫ്യൂ സ്മോൾ വിൻഡോസും ഫ്ലാറ്റ് റൂഫുള്ള ഹൗസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ദ വാൾസ് ആർ തിക്ക് ടു കീപ് ദ ഹീറ്റ് ഔട്ട് സോ ദാറ്റ് ദ ഹൗസസ് റിമെയിൻ കൂൾ. എന്നാണ് വാൾസ് തിക്കായിട്ടുള്ളത്. എന്തിനാണ്? ഹീറ്റ് ഇല്ലാതെക്കാനും കൂള് കിട്ടാനും വേണ്ടി നല്ല തിക്കായിട്ടുള്ള വാൾസ് ആയിരുന്നു ഹൗസസിന് ഉണ്ടായിരുന്നത്. സം ഹൗസസ് ഹാവ് അണ്ടർഗ്രൗണ്ട് ടാങ്ക്സ് ടു സ്റ്റോർ റെയിൻ വാട്ടർ. എന്താണ്? റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൗസസിന് അണ്ടർഗ്രൗണ്ട് ആയിട്ടില്ലേ, താഴോട്ടായിട്ട് ടാങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. സച്ച് ടാങ്ക്സ് ആർ കോൾഡ് ടാങ്കാസ്. അങ്ങനെയുള്ള ടാങ്ക്സിന് എന്ത് പേരിലാണ് വിളിക്കുക? ടാങ്കാസ് അല്ലേ? ഇവിടെ ഓൾറെഡി റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാങ്കാസ് കണ്ടോ? അങ്ങനത്തെ ടാങ്കാസ് കേട്ടോ. അപ്പോൾ ഹൗസസ് ഉണ്ട്. ഹൗസസ് ഫ്ലാറ്റ് റൂഫും സ്മോൾ വിൻഡോസും ഉള്ള ഹൗസസ് ആണ്. പിന്നെ വാൾസ് എന്താണ്? തിക്കായിട്ടുള്ള വാൾസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് തിക്കായിട്ടുള്ള വാൾസ് വെച്ചത്? ഹീറ്റ് പുറത്തോട്ട് പോവാനും ഹൗസിന് കൂള് കിട്ടാനും വേണ്ടിയിട്ടാണ് തിക്ക് വാൾസ് ഇട്ടത്. പിന്നെ ഹൗസസിന് അണ്ടർഗ്രൗണ്ട് ആയിട്ട് ടാങ്ക്സ് ഉണ്ട്. എന്തിനാണ്? റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഇതിനെന്ത് പറയും? സച്ച് ടാങ്ക്സ് ആർ കോൾഡ് ടാങ്കാസ്. ഇനി അവിടുത്തെ താർ ഡെസേർട്ടിലെ പീപ്പിൾസിന്റെ ലൈഫ് സ്റ്റൈലാണ് പറയുന്നത്. വുമൺ ഇൻ വില്ലേജസ് വിയർ ഘാഗ്ര. വുമൻസ് എന്താണ് വിയർ ചെയ്തിരുന്നത്? ഘാഗ്ര, ചോളി ആൻഡ് ഒധനി. മെൻ വിയർ ധോത്തി. വുമൻസ് വിയർ ചെയ്തിരുന്നത് ഘാഗ്ര, ചോളി, ഒധനി. ഓക്കെ. മെൻ വിയർ ധോത്തി, കുർത്ത ആൻഡ് ടർബൺ. വുമൻസ് ഘാഗ്ര, ചോളി, ഒധനി ഈ 3 ക്ലോത്ത്സ് ആയിരുന്നു വുമൻസ് വെയർ ചെയ്തത്. ദെൻ മെൻസോ ധോത്തി, കുർത്ത ആൻഡ് ടർബൻ. ഓക്കെ. ലുക്സ് ദിസ് പിക്ചർ. പീപ്പിൾ ഓഫ് രാജസ്ഥാൻ വിയർ കളർഫുൾ ക്ലോത്ത്സ് അല്ലേ? വുമൺ എന്തുണ്ട്? ചോളിണ്ട്, ഘാഗ്ര ഉണ്ട്, ഒധനി. ദെൻ മെന്നോ ധോത്തി, കുർത്ത, ടർബൻ അല്ലേ? വുമൺ എന്ത് ചെയ്യുന്നത്? ഒരു സ്കേർട്ട് പോലത്തെ ഒരു ഡ്രസ്സും അതിലേക്കൊരു കുപ്പായും ഒരു ഷർട്ടില്ലേ ഒരു ക്ലോത്തും ഉണ്ട്, അതിലേക്കൊരു ഷോളും ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാം?
ഗാഗ്ര, ചോളി, ഒതിനി. മെന്നോ ഒരു തോത്തിണ്ട്, അതിക്കൊരു കുർത്തുണ്ട്, തലയിലൊരു ടർബനും ഉണ്ട് അല്ലേ. ഈ 3 ഡ്രസ്സാണ് വുമണും മെന്നും വേറെ തരുന്നത്. പീപ്പിൾ ലവ് ടു ഈറ്റ് ദാൽബാത്തി ചൂർമ. എന്താണ് പീപ്പിൾ ലവ് ചെയ്തു എന്ത് ഈറ്റ് ചെയ്യാന്? ദാൽബാത്തി ചൂർണ. ദാൽബാത്തി ചൂർണ ഈറ്റ് ചെയ്യാൻ പീപ്പിൾസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ദ സെലിബ്രേറ്റ് ഗംഗോർ ആൻഡ് ടീജ്. അവൻ എന്ത് സെലിബ്രേറ്റ് ചെയ്തു? ഗംഗോർ ആൻഡ് ടീജ്. ഗൂമയാർ ആൻഡ് കെൽബേലിയ ആർ പോപ്പുലർ ഫോക്ക് ഡാൻസ്. എന്താ അവരെ സെലിബ്രേറ്റ് ചെയ്തു? എന്ത്? ഗംഗോർ ആൻഡ് ടീജ്. തേജും ഗംഗോറും അവർ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. പിന്നെ അവരുടെ പോപ്പുലർ ഫോക്ക് ഡാൻസ് ഏതായിരുന്നു? ഘൂമർ ആൻഡ് കെൽബേലിയ. ഓക്കെ. ദെൻ മേജർ സിറ്റീസ്. ജയ്പൂർ, ഉദയ്പൂർ, ജോധ്പൂർ, ജയ്സൽമർ ആൻഡ് ബിക്കാനർ ആർ സം ബിഗ് സിറ്റീസ്. Which cities? Jaipur, Udaipur, Jodhpur, Jaisalmer and Bikaner are some big cities. Jaipur is called the Pink City. Jaipur എന്താണ്? Pink City. It is famous of ബ്ലൂ പോട്രി. ബ്ലൂ പോട്രി ഫേമസ് ആയിട്ടുള്ള പ്ലേസ് ആണ് ജയ്പൂർ. ജയ്പൂർ എന്ത് പേരിലാണ് കോൾ ചെയ്യുന്നത്? പിങ്ക് സിറ്റി. എ ലാർജ് നമ്പർ ഓഫ് ടൂറിസ്റ്റ് ഫ്രം ഓൾ ഓവർ ദി വേൾഡ് വിസിറ്റ് രാജസ്ഥാൻ എവറി ഇയർ. ഒരുപാട് ടൂറിസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? രാജസ്ഥാനിൽ എല്ലാ ഇയറിലും വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലുക്സ് ദിസ് പിക്ചർ. ദ ജയ്സൽമാർ ഫോർട്ട് ആണ് കേട്ടോ. ആൾസോ നോൺ ആസ് ദ ഗോൾഡൻ ഫോർട്ട് ഈസ് എ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ. ജയ്സൽമാർ ഫോർട്ടാണ്, ഇതെന്നാണ് ഗോൾഡൻ ഫോർട്ടാണ്, ടൂറിസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ ഇത് വെസ്റ്റേൺ ഡെസേർട്ടിൽ ഫസ്റ്റ് പറഞ്ഞു. വെസ്റ്റ് ഓഫ് ആരവല്ലി ഹിൽസിലുള്ള രാജസ്ഥാനിലെ വെസ്റ്റ് ഓഫ് ആരവല്ലി ഹിൽസിലുള്ള ഡെസേർട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഗ്രേറ്റ് ഡെസേർട്ടാണ്. ഇന്ത്യയിലെ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെസേർട്ടാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്. അതിന് പേരെന്താ? താർ ഡെസേർട്ട്. താർ ഡെസേർട്ടിൽ ലാൻഡ് എങ്ങനെയാണ്? തിക്ക് ഷീറ്റ് ഓഫ് ലൂസ് സാൻഡ് അല്ലേ. ലൂസ് സാൻഡിന്റെ പാളികളായിട്ടുള്ള ലാൻഡാണ്. പിന്നെ സാൻഡൺസ് ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു. സാൻഡൺസ് വിൻഡ് മൂവ് ചെയ്ത് കൊണ്ടുപോയിട്ട് സാൻഡിനെ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുകയാണ്. അങ്ങനെയാണ് സാൻഡൺസ് ഉണ്ടാവുന്നത് പറഞ്ഞു. പിന്നെ ഡെസേർട്ടിൽ എന്താണ്? ലൂണി ഇമ്പോർട്ടൻ്റ് റിവറാണ് ലൂണി. പിന്നെ ഒയാസിസ് ഉണ്ടാവുന്നുണ്ട് പറഞ്ഞു. ഒയാസിസ് എന്താണ്? ഫെർട്ടൈൽ ആണ്. അപ്പോൾ അവിടെ പീപ്പിൾസ് ആ ഒയാസിസ് ഉള്ള പ്ലേസസിൽ പീപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? കൃഷിയൊക്കെ ക്രോപ്സ് ഒക്കെ ഗ്രോ ചെയ്യിക്കുന്നുണ്ട്. പിന്നെ പീപ്പിൾസ് സിറ്റുവേറ്റ് ചെയ്യുന്നതും ഒയാസിസ് ഉള്ള പ്ലേസിലാണെന്ന് പറഞ്ഞു. ഇങ്ങനെ അവിടുത്തെ ക്ലൈമറ്റ് എന്താണ്? ഹോട്ട് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ് ആണ് അല്ലേ. പിന്നെ ദർ ഈസ് വെരി ലിറ്റിൽ ഓർ നോ റെയിൻഫാൾ. കുറച്ച് റെയിൻഫാൾ അല്ലെങ്കിൽ റെയിൻഫാൾ തീരെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ സമ്മർ ഡേയ്സിലോ ആർ വെരി ഹോട്ട് അല്ലേ, നൈറ്റ് കൂളാണ്. പിന്നെ വിൻ്ററിൽ ഡേയ്സിൽ വാമും നൈറ്റിൽ കോൾഡും ആണ് പറഞ്ഞു. പിന്നെ നാച്ചുറൽ വെജിറ്റേഷൻ പറഞ്ഞു. അവിടെയുള്ള ട്രീസ് ഏതൊക്കെയാണ്? കെജ്രി, കിഗാർ ആൻഡ് ബാബുൾ ട്രീസ് ഗോൺ ഇൻ ദി ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദി ഡെസേർട്ട്. പിന്നെ എനിമൽസ് ഓഫ് ക്യാമൽ, ബ്ലാക്ക് ബേർഡ്സ്, ചിങ്കാറാസ് ആൻഡ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സ്. പിന്നെ ക്യാമൽ ഈസ് ദ മോസ്റ്റ് യൂസ്ഫുൾ എനിമൽ. വാട്ടർ സപ്ലൈ പറഞ്ഞു. പിന്നെ നെക്സ്റ്റിലെ പീപ്പിൾസിന് കുറച്ച് ലിറ്റിൽ വാട്ടർ ഇന്ന് കിട്ടിയിരുന്നു. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ വാക്ക് ചെയ്തിട്ടായിരുന്നു വുമൻസ് വില്ലേജിക്ക് വാട്ടർ കളക്ട് ചെയ്ത് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ഗവൺമെന്റ് ഒരു വാട്ടർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി കനാലിന് വാട്ടർ കൊടുത്തു. അങ്ങനെ ഫാമേഴ്സൊക്കെ എന്താ പിന്നെ ഗ്രോ ചെയ്തു. എന്തൊക്കെ? വീറ്റ്, മസ്റ്റാർഡ് ആൻഡ് കോട്ടൺ. നെക്സ്റ്റ് ഒക്കുപ്പേഷൻ പറഞ്ഞു. മെയിനായിട്ട് അവരെന്താ ചെയ്തിരുന്നത്? വളർത്തിയിരുന്നത് എനിമൽസ്. പീപ്പിൾ മോസ്റ്റ്ലി റിയർ ഷീപ്പ്, ഗോഡ്, ക്യാമൽ ആൻഡ് കാറ്റിൽ. കാറ്റിൽ, ഷീപ്പ്, ഗോഡ്, ക്യാമലിനൊക്കെയാണ് അവർ വളർത്തിയിരുന്നത്. പിന്നെ അവിടെയുള്ള ഒരുപാട് ആളുകൾ പീപ്പിൾസ് എന്തായിരുന്നു? ഫാമേഴ്സ് ആയിരുന്നു. ഫാമേഴ്സ് എന്ത് ഗ്രോ ചെയ്തു? ദേ ഗ്രോ ബജ്ര, ജോവാർ, മൈസ, സീസൈം ആൻഡ് ഗ്രൗണ്ട് നട്ട്.
സം പീപ്പിൾ ആൾസോ ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ. വൺ പ്ലേസിൽ നിന്ന് അനദർ പ്ലേസിലേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന പീപ്പിൾസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കളക്ട് ഫുഡ് ഫോർ ദംസെൽഫ് ആൻഡ് ദെയർ എനിമൽസ്. അവർക്കും അവരുടെ എനിമൽസിനും ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടി ട്രാവൽ ചെയ്യുന്ന പീപ്പിൾസ് ഉണ്ടായിരുന്നു. അവരെ നമ്മൾ എന്ത് വിളിക്കും? ബഞ്ചാറാസ്. പിന്നെ ഡെസേർട്ടിലുള്ള ലൈഫ് എന്താണ്? വെരി ഹാർഡായിരുന്നു അല്ലേ. പിന്നെന്താ, ഹൗസ് എങ്ങനെയാന്ന് പറഞ്ഞു? ഹൗസിന് ഫ്ലാറ്റ് റൂഫ് ആയിരുന്നു, സ്മോൾ വിൻഡോസ് ആയിരുന്നു, വാൾസോ തിക്കായിട്ടുള്ള വാൾസാണ്. എന്തിനാണ്? കീപ് ദ ഹീറ്റ് കീപ്പ് ചെയ്യാനും ഹൗസിന് കൂള് കിട്ടാനും വേണ്ടിയിട്ട്, ഹീറ്റ് ഔട്ട് ചെയ്യാനും ഹൗസിന് കൂള് കിട്ടാനും വേണ്ടിയിട്ട് തിക്ക് വാൾസ് ആയിരുന്നു. പിന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അണ്ടർഗ്രൗണ്ട് ആയിട്ട് ടാങ്ക്സ് ഉണ്ടാക്കുന്നുണ്ട് റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ടാങ്കാസ് എന്ന് പറയും. പിന്നെ വുമൺസ് എന്താന്ന് പറഞ്ഞു? വുമൺസ് വെയർ ചെയ്തിരുന്നത് ഗാഗ്ര, ചോളി ആൻഡ് ഒതിനി. മെൻസോ ധോത്തി, കുർത്ത ആൻഡ് ടർബൺ. പീപ്പിൾ ലവ് ഈറ്റ് ചെയ്യാൻ അവർ ലവ് ചെയ്തിരുന്നത് ദാൽബാട്ടി, ചൂർണ. പിന്നെ അവർ സെലിബ്രേറ്റ് ചെയ്തതോ ഗംഗോർ ആൻഡ് തേജ്. Ghumar and Kalbania are folk dance. Major cities: Jaipur, Udaipur, Jodhpur, Jaisalmer, and Bikaner are some big cities. Jaipur called Pink City, famous of blue pottery. Large number of tourists from all over world visit Rajasthan every year. Okay. Do you understand in our class? Okay, bye.